ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മിഷ് ആൻഡ് മീ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ നമ്മൾ കൂർഗിലേക്കാണ് പോകുന്നത്. കൂർഗിൽ നമ്മൾ കൊടകിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂർഗിലെ കൊടകിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇരിട്ടി റൂട്ടിലേക്ക് കൂടിയാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഹരിതാവും പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. നമ്മൾ കാട്ടിലൂടെയാണ് കേട്ടോ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പേ ഇരിട്ടിയാണ് ഈ കാണുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ നേച്ചർ എന്ന് പറയുന്നത്. എനിക്കിങ്ങനെ എന്താ പറയുക, ഈ ഗ്രീനറി കണ്ടിട്ടും മതിയാവുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ പോകുന്ന വഴിയിലൊരു അടിപൊളി ലേക്ക് ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് വിട്ടതാണ് കേട്ടോ. നമുക്കൊരു ഉച്ചയോടുകൂടി അവിടെ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെയും നിർത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ ലേക്ക് അടിപൊളിയായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇരുട്ടി എത്തുമ്പോൾ തന്നെ അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ നിറയെ കുന്നും മലയും ഇതുപോലെ മരങ്ങളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. രാവിലെ തന്നെയാണ് പോകുന്നത്. നമ്മളൊരു 6 മണി 6:30ക്കാണ് വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ഉച്ചയാകുമ്പോൾ തന്നെ നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരുപാട് പേരൊക്കെ മൈസൂരൊക്കെ പോയിട്ടുണ്ടാവും. സ്കൂളിൽ നിന്ന് എക്സ്കർഷനും അതുപോലെ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ മൈസൂർ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ബിൽഡപ്പൊന്നും ഞാൻ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഈ ഒരു സൈഡിലത്തെ വ്യൂ ഉണ്ടല്ലോ, എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ദൂരത്ത് കാണുന്ന ഒരു കുന്നും അതുപോലെ ഈ സൈഡിലുള്ള മരങ്ങളും പ്രകൃതി എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ മനസ്സിനിങ്ങനെ ടെൻഷനൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ഇതുപോലൊരു ട്രാവൽ പോയി കഴിഞ്ഞാൽ നല്ല റിലാക്സേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു മെൻ്റൽ റിലീഫായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഈ ഒരു കുന്നു നോക്കി എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കാട്ടിൽ കയറാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ മൈസൂരിലേക്ക് 126 കിലോമീറ്റേഴ്സാണ് ഇവിടെ നിന്നുള്ളത്. മടിക്കേരിയിലേക്ക് 60 കിലോമീറ്ററും. അപ്പോൾ നമ്മൾക്ക് പോകേണ്ടത് മടിക്കേരിയിലേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് ചെറിയൊരു ഫാമിലി ഫങ്ഷൻ ഉണ്ട്. അത് കുറച്ച് പേഴ്സണൽ മാറ്റർ ആയതുകൊണ്ട് ഞാനിവിടെ ഒന്നും പറയുന്നില്ല. അവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല. മൈസൂരിൽ നമ്മൾ 2 അടിപൊളി പ്ലേസിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ആ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി കാട്ടിലേക്ക് കൂടിയാണ് കേട്ടോ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളത്. ആക്ച്വലി ഞാൻ കുറേ തവണ മൈസൂർ പോയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴും പോയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഫസ്റ്റ് പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നത്. ഇവിടെ എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ്റെ വീടാണ് കേട്ടോ ഉള്ളത്. ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ദിവസം ഇവിടെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നല്ല മഴയായതുകൊണ്ട് നമുക്ക് അന്നേരമൊന്നും എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ സ്കൂൾ എക്സ്കർഷൻ ടൈമിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ അടിപൊളി സ്ഥലത്തൊക്കെ പോയിട്ടുള്ളത് ആ സമയത്തായിരുന്നു. അതിനുശേഷം ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ. ലാസ്റ്റായിട്ടൊരു ഫാമിലി ഫങ്ഷൻ ഉണ്ടായപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അതും കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേര് മൈസൂർ പോയിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മൈസൂരിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കമൻറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ അടിപൊളി ഒരു കമൻറ്റും എഴുതുക. അപ്പോൾ അടിപൊളി കമൻറ്റ് എഴുതിയ ആൾക്ക് ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മറക്കാതെ ഒരു അടിപൊളി കമൻറ്റ് എഴുതുക. ഇലേൻ്റെ ഉള്ളിലേക്കൂടെ എന്ത് രസം നോക്കിയത്. അപ്പോൾ അച്ഛൻ പറയുന്നത് ഞാൻ പറയുന്നതിനെക്കാട്ടി അടിപൊളിയാണ്. അച്ഛൻ പറയുന്ന സമയത്ത് നമുക്കിങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ. പക്ഷെ അച്ഛനോട് പറയാൻ പറഞ്ഞാൽ അച്ഛനൊന്നും പറയുകയില്ല. എപ്പോഴെങ്കിലും നമുക്ക് അച്ഛനെ കൊണ്ട് പറയിക്കാം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് കാട് ഇറങ്ങാറായിട്ടുണ്ട്. കാട്ടിലൂടെ ട്രാവൽ ചെയ്തത് കാട് കഴിയാറായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കൊടകിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം നമ്മൾ കൊടകിൽ മടിക്കേരിയിലാണ് കേട്ടോ ഉള്ളത്. മടിക്കേരിയിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ വീടാണ് കേട്ടോ അത്. അച്ഛൻ്റെ അമ്മാവൻ എന്ന് പറഞ്ഞില്ലേ, അമ്മാവൻ്റെ വീടാണ് കേട്ടോ അത്. അപ്പോൾ വീടിൻ്റെ മുകളിൽ ടെറസിൽ കയറിയപ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്.
അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് ഇതിൻ്റെ മേലെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് കേട്ടോ. മൈസൂർ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ളത് ആ പണ്ടത്തെ വീടും അവിടുത്തെ ചെടികളുമാണ്. അതൊക്കെ അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. എൻ്റെ അച്ഛനും എപ്പോഴും ഇങ്ങനെ ചെടിപ്രാന്താണ്, അമ്മക്കാണെങ്കിൽ പിന്നെ പറയണ്ട, ഫാമിലിയിൽ എല്ലാവർക്കും ചെടിപ്രാന്താണ്. ഇവിടുത്തെ നമ്മുടെ അമ്മൂമ്മേൻ്റെയാണ് കേട്ടോ ഈ ചെടികളെല്ലാം. അപ്പോൾ ചെടികൾ മാത്രമല്ല, ഇത് കണ്ടില്ലേ, ഇതെന്താണെന്നറിയോ, ഇതാണ് അവക്കാഡോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് നമുക്ക് അവക്കാഡോൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് അവക്കാഡോവും പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഏട്ടൻ എനിക്ക് ഒരു അവക്കാഡോ പറിച്ച് തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ച് വാങ്ങിയൊരു അവക്കാഡോ എനിക്ക് പറിച്ച് തന്നിട്ടുണ്ട്. അതാണ് വിഷ്ണുവിൻ്റെ ഗെയിമിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ വീണ്ടും ദാ സെയിം വ്യൂ. നമ്മുടെ ഇവിടെ വീട് കുറച്ച് ഹൈറ്റിലാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴേക്ക് വീടുണ്ട് കേട്ടോ. ഭയങ്കര അടിപൊളി വ്യൂ ആണ്. ഇനിയും ഞാൻ എന്തായാലും ഒരു ദിവസം സമാധാനത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവരെയും പരിചയപ്പെടാം. അതുപോലെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കുറേ ഇനിയും കാണാനുണ്ട്. അതൊക്കെ നമുക്ക് അന്നേരം കാണാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു അടിപൊളി പ്ലേസിലേക്കാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നമുക്ക് പോവാം. ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലമില്ലേ, നേരത്തെ നമ്മൾ ടെറസിൽ നിന്ന് കണ്ടിട്ടുള്ള വ്യൂ ഇല്ലേ, അത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. അവിടെ നിന്ന് കണ്ട ആ വ്യൂ ആണ് ഈ ഒരു ബിൽഡിങ്ങും സ്ഥലമൊക്കെ വരുന്നത്. മൈസൂർ നമുക്കറിയാലോ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഓരോ വീട്ടിലും സ്റ്റേ ഒക്കെ അവൈലബിൾ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടുത്തെ ഓരോ വീടും ഓരോരോ വെറൈറ്റി ഭംഗിയാണ്. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ചെടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പോകുന്ന സൈഡിലത്തെ ഒരു അമ്പലം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞ പോലെ കാട്ടിൽ വരെ ഇങ്ങനെ നിറച്ചും ചെടികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കണ്ടില്ലേ, ഒരു മതിൽ ഫുള്ളായിട്ട് കടലാസ് പോവും. അങ്ങനെ നമ്മളിതാ എത്തിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞൊരു അടിപൊളി പ്ലേസിൽ. മൈസൂരിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് രാജാ സീറ്റ് ഗാർഡൻ, മടിക്കേരി. അപ്പോൾ നമുക്കിനി ഈ ഗാർഡൻ ഫുള്ളായിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഗാർഡനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാനുണ്ട്. എൻട്രൻസ് ഫീ കൊടുത്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ ചെടികളൊന്നും ഇല്ല, ഓൾറെഡി സീസൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു. തണുപ്പൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ചെടികൾ ഇങ്ങനെ പൂവൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പണ്ട് വന്ന ആ ഒരു എന്തായാലും ഇല്ല. പിന്നെ ഇത് സീസൺ ടൈമിലായിരിക്കണം ഇങ്ങനെ പൂ നിറച്ചും പിടിച്ചിട്ടുണ്ടാവേണ്ടത്. പക്ഷേ ഒരുപാട് വെറൈറ്റി ചെടികൾ നമുക്കിതിൻ്റെ അകത്ത് കാണാൻ പറ്റും കേട്ടോ. പൂക്കൾ തന്നെയാണ് മെയിനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് ഈ ഒരു വയലറ്റ് പൂ പിടിക്കുന്ന ചെടി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ. മരമാണോ ചെടിയാണോ എന്ന് അറിയില്ല, നിറച്ചും പൂ പിടിച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു നല്ല തണുപ്പ് ക്ലൈമറ്റിലാണ് കൂടുതലായിട്ട് പൂ പിടിക്കുന്നത്. ഇവിടെ ഒരാൾ സ്വന്തമായിട്ട് തന്നെ ഫോട്ടോ എടുത്ത് എൻജോയ് ചെയ്തിട്ട് പോകുന്ന കാണാം. ആ ആളാണ് എൻ്റെ അമ്മ. പിന്നെ ഞാൻ വീഡിയോ എടുത്താൽ പിന്നെ വിഷ്ണുവിൻ്റെ തല വീഡിയോയിൽ ഉണ്ടാവില്ല. കാരണം വിഷ്ണുവിന് നല്ല ഹൈറ്റാണ്. അതുകൊണ്ട് നമ്മളിത് ആളെ വെച്ച് വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ അനിയൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഓൾറെഡി നമ്മൾ ഇൻസ്റ്റയിൽ റീലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് ഇതുപോലെ സിപ്പ് ലൈനിൽ പോവാം. നമ്മളെന്തായാലും അതിനൊന്നും നിന്നിട്ടില്ല. അത്ര ധൈര്യമൊന്നും എനിക്കില്ല. പിന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ധൈര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. ധൈര്യം പിന്നെ എനിക്ക് പണ്ടേ കുറച്ച് കൂടുതലാണ്. അങ്ങനെതാ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കൂടുതലായിട്ടുള്ളത് ഈ ഒരു കട്ട റോസ് തന്നെയാണ്. റോസാപ്പൂവിൻ്റെ നടുക്ക് നിൽക്കുന്ന റൊമാൻറ്റിക് ഹിപ്പോപ്പൊട്ടാമസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് താഴേക്ക് പോയിട്ട് വ്യൂ കാണാം. അപ്പോൾ ഈ സുന്ദരനും സുമുഖനുമായി ഈ ചെറുപ്പക്കാരനാണ് എൻ്റെ കെട്ടിയോൻ, എൻ്റെ ഭർത്താവാണ് കേട്ടോ ഇത്. ആക്ച്വലി ആദ്യമായിട്ട് കാണുന്ന ആൾക്കൊന്നും ചിലപ്പോൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. വിഷ് ആൻഡ് മീയിലെ വിഷ് എന്ന് പറയുന്ന വിഷ്ണുവാണ് ഈ ചേട്ടൻ. ഇവിടെ നിന്ന് നമുക്ക് ഈ താഴിലത്തെ വ്യൂ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത് നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ പൂവ് നമ്മുടെ വീട്ടിലും പിടിക്കാറുണ്ട്.
പിന്നെ എത്ര വിളിച്ചാലും വരാത്തൊരാളാണ് എൻ്റെ അനിയൻ കേട്ടോ. ഈ വൈറ്റ് കളർ ഇട്ടിട്ട് ബേക്കിൽ നിൽക്കുന്നത് എൻ്റെ സ്വന്തം അനിയൻ, അതിൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ അച്ഛൻ. ഇവർക്ക് രണ്ടാക്കും വീഡിയോയിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഇവിടെ എനിക്ക് ഫേവററ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവം ഈ ഒരു ലൈനായിട്ട് നട്ട ഈ ഒരു ലീഫ് പ്ലാന്റ് ആണ്. എന്തൊരു ഭംഗിയാണ് അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനി ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല, ഇത്ര തന്നെ ഉള്ളൂ. അപ്പം സീസൺ ആവാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം ഇനി നമുക്ക് അടുത്ത ലൊക്കേഷൻ പഠിക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോയിട്ടുള്ളത് നമ്മുടെ കൂർഗിലത്തെ മെയിൻ സ്ഥലത്തേക്ക് തന്നെയാണ്, ഗോൾഡൻ ടെമ്പിളിലേക്കാണ് കേട്ടോ. ഇതൊരു ടിബറ്റൻ ടെമ്പിളാണ്. മൈസൂരിലേക്ക് ട്രിപ്പ് വരുന്ന മോസ്റ്റ്ലി എല്ലാവരും മെയിനായിട്ട് വരുന്നൊരു പ്ലേസാണ് ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഞാൻ തന്നെ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പണ്ട് വന്നപ്പോഴും ഇപ്പോൾ വരുമ്പോഴും എല്ലാം ഒരേ വൈബ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ആ പണ്ടത്തെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഒരു മാറ്റവും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ആ ഒരു ഭംഗി അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്, ഭംഗി കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോയിട്ട് കാണാം. ഇത് മൈസൂരിലെ തന്നെ മെയിൻ ഒരു ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്നൊരു മെയിൻ പ്ലേസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ഒരു ക്രൗഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ടൈം ഇപ്പോൾ ഒരു 6-7 മണി ആയിട്ടുണ്ട്. ക്ലോസിങ് ടൈം ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഭയങ്കര റഷായിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നത്. ഇതൊരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. മനസ്സ് ഭയങ്കര ശാന്തമാക്കുന്നൊരു പ്ലേസാണ്. ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡിവൈൻ ഫീല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് മെയിനായിട്ട് 3 ബുദ്ധ സ്റ്റാറ്റ്യൂസാണ് കാണുന്നത്. ഇതിൽ മിഡിൽ കാണുന്ന ബുദ്ധ ഗൗതമ ബുദ്ധയാണ്. ലെഫ്റ്റിൽ കാണുന്ന സ്റ്റാച്യു ഗുരു പത്മസംഭവ ആണ്. അതുപോലെ റൈറ്റിൽ കാണുന്ന സ്റ്റാച്യു ബുദ്ധ അമിത്യൂസ് ആണ്. എൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിയാണോ എന്ന് അറിയില്ല. അങ്ങനെയാണ് ഈ 3 ബുദ്ധ സ്റ്റാച്യുവിൻ്റെ പേര് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളും അതുപോലെ കാമായിട്ടുള്ളൊരു ഫേസാണ് ഈ 3 സ്റ്റാച്യുവിനും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ആ ഒരു മുഖം കാണുമ്പോൾ തന്നെ നമുക്കും ഒരു സമാധാനം ഫീൽ ചെയ്യും. അതാണ് ഈ ഒരു ബുദ്ധ സ്റ്റാച്യുവിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇവിടെ ഈ സ്റ്റാച്യുവിൻ്റെ മുകളിലായിട്ട് ഒരുപാട് ആർട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഒരു പ്രത്യേകതരം ഡിസൈനിലൊക്കെയാണ് ഈ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആർട്ട് എന്തിനെ ബേസ് ചെയ്തിട്ട് ആണെന്ന് അറിയില്ല, പക്ഷെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരു പ്രത്യേകതരം ആർട്ട് വർക്കാണ് ഇവിടെ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ടിബറ്റൻ കോൺസെപ്റ്റിലാണ് മൊത്തം പിക്ചറും വരച്ചിട്ടുള്ളതും. ഓരോ ഡിസൈനിലും അതിൻ്റെ ഒരു വ്യത്യസ്തത നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ ഒരു ചുമരിൽ ഇങ്ങനെ ഒരുപാട് ബുദ്ധ ഫോട്ടോസ് ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോ പിക്ചറും ഓരോ കഥ പറയുന്നത് പോലെയാണ് ഉള്ളത്. ഒരുപാട് കാര്യങ്ങൾ അതിലിങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് കഥകൾ ഇങ്ങനെ ആ പിക്ചേഴ്സ് പറയുന്നതായിട്ട് നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓരോ ബുദ്ധ പിക്ചേഴ്സിനും ഓരോരോ ഓരോരോ ഭാവവും ഓരോരോ ഫീലിങ്ങും ആണുള്ളത്. ഈ ഒരു ടിബറ്റൻ ടെമ്പിളിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയുണ്ട്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് ഇതിങ്ങനെ നേരിട്ട് കാണുമ്പോൾ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഒരു പ്രത്യേകതരം വൈബാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ ഈ ഒരു അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഈ അമ്പലത്തിന് ചുറ്റുപാടുമായിട്ട് വലിയൊരു ഗാർഡനാണ് കേട്ടോ ഉള്ളത്. നിറയെ പൂച്ചെടികളും അതുപോലെ വെറൈറ്റി ചെടികളൊക്കെ ഉള്ളൊരു വലിയൊരു ഗാർഡനാണ് ഇതിന് ചുറ്റുമായിട്ടുള്ളത്. ഇതിന് തൊട്ടപ്പുറത്ത് ഇതുപോലെ തന്നെ മറ്റൊരു ടെമ്പിൾ കൂടി ഉണ്ട്. ഒരുപാട് പൂക്കൾ ഇങ്ങനെ ഈ ഗാർഡനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഒരു വയലറ്റ് പൂ കാണാൻ ഒരു പ്രത്യേക തരം ഭംഗി. അത് നോർമലി വേലിപ്പൂവാണെന്നാണ് തോന്നുന്നത്, പക്ഷെ അതൊരു പ്രത്യേക ഭംഗിയിലാണ് അവിടെ നിൽക്കുന്നത്. 2 കളർ മിക്സിലാണ് കേട്ടോ വരുന്നത്. കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് ആ ഒരു പൂ കാണാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് വരുന്ന മറ്റൊരു ടെമ്പിളാണ് ഇത്. നേരത്തെ കണ്ട അമ്പലത്തിനെക്കാട്ടിയും കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഈ ഒരു ടെമ്പിളിൻ്റെ അകത്ത് നമ്മൾ കാണുന്നൊരു കാഴ്ച. അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങാനായി. ഓൾമോസ്റ്റ് ടൈം കുറേ ആയിട്ടുണ്ട്, 7 മണിയൊക്കെ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. അങ്ങനെ നമ്മൾ ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇത് നമ്മൾ ഈ ഒരു ടെമ്പിളിന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള കുറേ സ്റ്റാച്യൂസ്, അതുപോലെ എന്താ പറയുക ആനിമി ഐറ്റംസ്, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനറിയില്ല. പിന്നെ ഇതൊരു ക്യൂട്ടായിട്ടുള്ള നമുക്ക് എന്താ പറയുക ഇങ്ങനെ വീശാൻ പറ്റുന്ന വിഷറി ടൈപ്പ് ഒരു സംഭവം. അങ്ങനെ എന്തൊക്കെയോ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു ആ ഷോപ്പിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങലായി. ആകെ കൂടി നമുക്ക് ഈ ഒരു 2 സ്ഥലത്ത് മാത്രമേ വരാൻ പറ്റിയിട്ടുള്ളൂ. കാരണം നമ്മൾ സ്റ്റേ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒറ്റ ദിവസം ഒരു ട്രിപ്പിന് വേണ്ടി മാത്രം വന്നിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയുക മൈസൂർ ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ വരുന്ന വഴിയിൽ ഇതുപോലൊരു ടീ ഷോപ്പല്ല, ഒരു ഹോട്ടൽ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഒരുപാട് ട്രാവൽ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെയാണെങ്കിൽ നല്ല കോടമഞ്ഞായിരുന്നു. രാത്രി ആകുമ്പോൾ തന്നെ ഫുള്ള് മഞ്ഞ് മൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേക്കും ആണെങ്കിൽ തന്നെ മഞ്ഞെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളിലത്തെ ആംബിയൻസ് ഉണ്ടോ പൊള്ളിയായിരുന്നു കേട്ടോ. ഒരു പ്രത്യേകതരം ആംബിയൻസ് ആയിരുന്നു. നമുക്കതിൻ്റെ ഉള്ളിൽ നിലത്തൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും ഗിഫ്റ്റ് ഓഫർ ചെയ്തത് നമ്മൾ പാലിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മുന്നിൽ തന്നെയാണ് നമ്മൾ നറുക്കെടുപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.